ഫാസ്റ്റ് ട്രാക്ക് റിഫ്ലെക്സ് പ്ലേ പ്ലസ് ക്ലാസിക് എന്ന് പറയുന്ന അവരുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റായിട്ട് അത് അറിയിക്കാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓഫ്ലൈൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഫാസ്റ്റ് ട്രാക്ക് തന്നെയാണ്. കാരണം ടൈറ്റൻ എന്ന് പറയുന്ന അവരുടെ മാതൃസ്ഥാപനത്തിന് ഒരുവിധം എല്ലാ മേജർ സ്ഥലങ്ങളിലും ഫ്രാഞ്ചൈസി ആയിട്ടും ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആയിട്ടും എല്ലാം അതുകൊണ്ട്. സോ ആ കടകളിൽ ആ ഷോപ്പിൽ എന്തായാലും ഒരു ഏരിയ ഫാസ്റ്റ് ട്രാക്കിൻ്റെ പ്രൊഡക്റ്റുകൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു സ്മാർട്ട് വാച്ചും അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അതൊന്ന് അറിയിക്കുക. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമായിരുന്നു. അങ്ങനെയാണ് കടയിൽ പോയിട്ട് ഓഫ്ലൈനിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. ഓൺലൈനിൽ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കണ്ടില്ല. ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 5,999 രൂപയ്ക്കാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിത് വാങ്ങിയത് 6,500 രൂപയ്ക്കാണ്. സോ ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മളിത് വാങ്ങുമ്പോൾ അതിനുള്ളൊരു പ്രൊഡക്റ്റ് ഇത് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ പറയാൻ മറന്നു, ഞങ്ങൾ അന്ന് ആ ഒരു ഇവൻറ്റിൻ്റെ അന്ന് അവന് ഈ ഒരു വാച്ച് ഞങ്ങളെല്ലാവരും ഗിഫ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ പോയി തിരിച്ച് വാങ്ങി വീഡിയോ ഒക്കെ ചെയ്ത് റിവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയായി. സോ എൻ്റെ ഈ ഒരു 2 വീക്ക് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല കിഡിലൻ ലുക്കാണ് കേട്ടോ. ആ ഒരു ക്ലാസിക് റൗണ്ട് ഡയൽ എന്ന് പറയുന്നത് നല്ല കിഡിലൻ ലുക്ക് തന്നെയാണ്. നമ്മൾ ഏത് കോസ്റ്റ്യൂം ആണെങ്കിലും, മുണ്ടാണെങ്കിലും പാൻറ്റും ആണെങ്കിലും, മീൻസ് ഫോർമൽ ആണെന്നുണ്ടെങ്കിലും കാഷ്വൽ ആണെന്നുണ്ടെങ്കിലും നല്ല രസമായിട്ട് നമ്മുടെ കയ്യും അത് എടുക്കുന്നുണ്ട്. നല്ല ലുക്കാണ് ഇത് കാണാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ ഇതിൻ്റെ ഓവറോൾ ഡിസൈനും ഈ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ലെതർ സ്ട്രാപ്പിലോട്ട് വരുമ്പോൾ ജെനുവിൻ ലെതർ എന്നുള്ളത് പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള ബ്രാൻഡിങ് ഒക്കെ ചെറുതായിട്ട് മായ്ഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ. പക്ഷേ എൻ്റെ ഒരു ഡൗട്ടാണ്, നമ്മൾ ലെതർ സ്ട്രാപ്പ് ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന നേരത്ത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ സ്വെറ്റ് ഒത്തിരി ആവും. ഒരു ലോങ് ടൈം യൂസിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് കണ്ടറിയുന്ന വേണ്ടി വരും. കാരണം സ്വെറ്റ് അത്രയ്ക്കും വന്നു കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരാനും ഇത് പെട്ടെന്ന് കേടാവാനുള്ള ഒരു ചാൻസ് ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് എന്താ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. പിന്നെ നമുക്കിവിടെ വരുന്നത് 2 ബട്ടൺസ് ആണ്. ടോപ്പിലൊരു ബട്ടനും ഉണ്ട്, താഴെ ഒരു ബട്ടനും ഉണ്ട്. അത് ക്രൗണൊന്നും അല്ല കേട്ടോ, റൊട്ടേറ്റിംഗ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് പ്രസ് ബട്ടൺ ആണ്. ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കൊള്ളാം. ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും അവിടെ പറയാനായിട്ടില്ല. മുകളിലെ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ഓൺ, വാച്ച് പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള ഓപ്ഷനുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബട്ടൺ ഡയറക്റ്റ് നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റി ആ ഒരു ഓപ്ഷനിലേക്ക് മെനുവിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് താഴത്തെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു UI എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ്. ജസ്റ്റ് ബോറടിപ്പിക്കുന്ന ഒരു UI ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കൊരു മെനു എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മെനുവിൽ അവസാനം നിൽക്കുന്ന മെനു ആണെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് അതിങ്ങനെ കറങ്ങി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആദ്യമൊക്കെ ഒരു രസമായിട്ട് തോന്നി, പിന്നെ അതൊരു ബോറടി ആയിട്ട് തോന്നി. ഇതിൻ്റെ ഒരു നെഗറ്റീവ് കൂടെ ഞാൻ പറയാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് ഒരിക്കലും മെൻഷൻ ചെയ്ത് കണ്ടില്ല. 1-2 കാര്യങ്ങൾ പറയാം. ഇതിന് എത്ര നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്നുള്ളത് ഒരിക്കലും മെൻഷൻ ചെയ്ത് കണ്ടില്ല. ഇതിൻ്റെ ബാറ്ററി എത്ര mAh ആണ്, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളത് ഒരിക്കലും മെൻഷൻ ചെയ്ത് കണ്ടില്ല. അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത്, ഇത്രയും എന്നല്ല എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ അറിയേണ്ടതായിട്ടുണ്ട്. അത് അതിൻ്റെ കാറ്റലോഗിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെബ്സൈറ്റിലോ ഇല്ലെങ്കിൽ ഇതിൻ്റെ കവർ വരുന്ന കവറിൻ്റെ പുറകിലോ ഇത്രയും മേജറായിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊന്നും ഇവിടെ ചെയ്ത് കണ്ടില്ല. സോ ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള LED ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത്. ഒരു തരത്തിലുള്ള സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ എത്ര നിറ്റ്സ് ആണ് എന്നുള്ളത് അറിയില്ല എന്ന് മാത്രം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. കാരണം LED ഡിസ്പ്ലേ ആണ്. സോ ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. നല്ല രസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടെ ഓൺ ആക്കുമ്പോൾ വാച്ച് വേറൊരു ലുക്കായിട്ട് തന്നെയാണ് കയ്യിൽ നമ്മൾക്ക് എടുക്കുമ്പോൾ കാണുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൂടൂത്ത് കോളിംഗ് എക്സ്പീരിയൻസിലോട്ട് വരുമ്പോൾ അവിടെ ഒന്നും പറയാനില്ല. നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് അവിടെ കിട്ടുന്നത്. അതായത് ഡയലർ വരുന്നുണ്ട്, റീസെൻറ്റ് കോൾ ഹിസ്റ്ററി വരുന്നുണ്ട്. സോ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള നെഗറ്റീവും പറയാനായിട്ടില്ല. ഇപ്പം നമ്മൾ അങ്ങോട്ട് പറയുന്നതാണെങ്കിലും ഇങ്ങോട്ട് പറയുന്നതാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് നല്ല ലൗഡായിട്ട് കേൾക്കുന്നുണ്ട്. ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു വാച്ചിൽ കൂടെ സംസാരിക്കണം. അങ്ങനെ ക്ലിയർ ഉണ്ടോ? അതെ, നല്ല ക്ലിയർ ഉണ്ടല്ലോ. ഞാനിവിടെ റോഡിന്റെ സൈഡില് നല്ല പോലെ വണ്ടികൾ ഓടുന്ന് പോകുന്നുണ്ട്.
അങ്ങനെ അതെ, ആ. കിട്ടുന്നത്? ഇല്ല അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, ശരി. ഞാനും ഡ്രൈവിംഗിലാണ്. ഓക്കെ. ഇനി മറ്റ് ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് എത്ര MAH ആണെന്നുള്ളത് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നപ്പോൾ ഏകദേശം 5 ദിവസത്തിനുള്ളിൽ ഇത് ഡ്രെയിൻ ഔട്ടായി. അതായത് ഒരു 10% താഴോട്ട് പോയിട്ടുണ്ട്. സോ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ 7 ദിവസത്തിനടുത്ത് വരെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ബാറ്ററിയുടെ കാര്യത്തിലും പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറയാനില്ല. നമുക്കിവിടെ മാഗ്നറ്റിക് ടൈപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു 2 പിൻ സപ്പോർട്ട് വരുന്ന ചാർജിങ് ടൈപ്പാണ് ഇവിടെ വരുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം ഫുൾ ചാർജ് ആവാനായിട്ട് 0 to 100 ആവാനും ടൈം എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മളുടെ ഹെൽത്ത് ട്രാക്കിങ്ങിലോട്ട് വരുമ്പോൾ SpO2, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ബ്ലഡ് പ്രഷർ, അതുകൂടാതെ സ്ലീപ്പ് ട്രാക്കിംഗ്, ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്കിതിൽ ഹെൽത്ത് ട്രാക്കിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, എല്ലാ വാല്യൂസും കിട്ടുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി വലിയൊരു നെഗറ്റീവ് പറയാനായിട്ടുള്ളത്, ഇതിൽ ആകെ 20 ആക്ടിവിറ്റി ട്രാക്കിംഗ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു 1000 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ പോട്ടെ 2000 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ഒരു സ്മാർട്ട് വാച്ചിൽ 120+ സ്പോർട്സ് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഇവിടോട്ട് വരുമ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്ത് വരുമ്പോൾ 6000 രൂപയ്ക്ക് മുകളിൽ പ്രൈസ് കൊടുത്ത് വാങ്ങുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് വെറും 20 ആക്ടിവിറ്റി ട്രാക്കിംഗ് ഓപ്ഷൻ മാത്രമാണ്. സോ അതൊരു വലിയൊരു നെഗറ്റീവ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആക്ടിവിറ്റി ട്രാക്കിംഗ് അക്യുറസിയിലേക്ക് വരുമ്പോൾ കിലോമീറ്റർ എല്ലാം പ്രോപ്പറായിട്ട് തന്നെ കാണിക്കുന്നത്, 1 കിലോമീറ്റർ ആയിട്ട് തന്നെ കാണിക്കുന്നത്. വേറെ കുറവ് എത്തിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് തന്നെയാണ്. ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലിഫ്റ്റ് ടു വ്യൂ എന്ന് പറയുന്ന ഫീച്ചർ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഞാൻ പലപ്പോഴും ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ചെയ്ത് അങ്ങനെ കൈ പൊക്കി നോക്കുന്ന സമയത്തൊക്കെ ഡിസ്പ്ലേ ഓൺ ആവുന്നുണ്ട്, വാച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ 2 തവണ ജസ്റ്റ് ഒന്ന് കുലുക്കിയാലും സ്ക്രീൻ ഓണായി വരുന്നുണ്ട്. അവിടെ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നവും പറയാനില്ല. നമുക്ക് നമ്മളുടെ പേഴ്സണൽ വാൾപേപ്പേഴ്സ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ തന്നെ ഇൻബിൽട്ട് വാൾപേപ്പേഴ്സ് ഒത്തിരി ഉണ്ട്. അനിമേറ്റഡ് വാൾപേപ്പേഴ്സൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പോരാ, നമുക്ക് നമ്മളുടെ മുഖമോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലോ ആരുടെയെങ്കിലുമൊക്കെ മുഖം ഇടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. 5000 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ 6000 രൂപ കൊടുത്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം അതിനേക്കാളും വില കുറഞ്ഞ് ഇതേ ഫീച്ചേഴ്സ്, ഇതിനേക്കാളും ഒരുപാട് നല്ല ഫീച്ചേഴ്സ് കിട്ടുന്ന വാച്ചുകൾ ബോട്ടിൻ്റെ ആണെങ്കിലും ഫയർ ബോൾട്ടിൻ്റെ ആണെങ്കിലും നോയ്സിൻ്റെ ആണെങ്കിലും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്കൊരു ഇന്ത്യൻ കമ്പനിയുടെ, ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വേണം, ഫസ്റ്റ് ട്രാക്കിൻ്റെ വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും അതും ഓഫ്ലൈനിൽ നിന്നും കൂടി വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. നമ്മളിതിൽ നെഗറ്റീവ് പറയാനായിട്ട് ഞാനിങ്ങനെ വാങ്ങണ്ട അല്ലെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യണില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വാച്ചിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. ആ ഒരു പ്രൈസിന് നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടുമല്ല. സോ ഇതാണ് ഈ ഒരു വാച്ചിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.